കിഴക്കൻ ടാൻസാനിയയിലെ മൊറഗോറോയിലുള്ള ഓർത്തഡോക്സ് മിഷണറി കേന്ദ്രം സാക്ഷ്യം വഹിച്ചത് ഒരു വലിയ വിശ്വാസ വസന്തത്തിന്. സെപ്റ്റംബർ 21 ഞായറാഴ്ച അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കേറ്റിന് കീഴിലുള്ള ഇറിനോപോളിസിലെ ബിഷപ്പ് ദിമിട്രിയോസ് 372 പേരെ ജ്ഞാനസ്നാനത്തിലൂടെ ഓർത്തഡോക്സ് സഭയിലേക്ക് സ്വാഗതം ചെയ്തു. ഇതോടെ ഒരു ആഴത്തിലുള്ള ആത്മീയ പുനരുജ്ജീവനത്തിന് വേദിയായിരിക്കുകയാണ് ടാൻസാനിയ. ഗ്രീക്ക് സഭ വാർത്താ ഏജൻസിയായ റോംഫിയായുടെ റിപ്പോർട്ട് പ്രകാരം മിഷൻ സെന്ററിൽ തുടർച്ചയായി 21 വർഷമാണ് പ്രവേശന കൂദാശ ചടങ്ങുകൾ നടക്കുന്നത്. പുതുതായി മാമോദിസ സ്വീകരിച്ച 372 പേരിൽ 205 പേർ മുസ്ലിം മതസ്ഥരായിരുന്നു. പ്രവേശക കൂദാശകളുടെയും പരിശുദ്ധ കുർബാനയുടെയും സ്വീകരണത്തിന് മുമ്പായി സ്നാനാർത്ഥികൾ പുരോഹിതന്മാരിൽ നിന്ന് മതബോധന പഠനങ്ങളും നിർദ്ദേശങ്ങളും ഹൃദ്യസ്ഥമാക്കിയിരുന്നു. 2004 മുതൽ ഇറിനോപോളിസ് മെട്രോപോളിസിൽ 60,000-ലധികം വ്യക്തികൾ മിഷണറി പ്രവർത്തനത്തിലൂടെ സ്നാനമേറ്റിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ മധ്യ ടാൻസാനിയയിലുടനീളം 1-ലധികം കാറ്റക്യൂമൻ ഗ്രൂപ്പുകൾ സ്നാനമേറ്റിരുന്നു. തുടർന്ന് മാർച്ചിൽ വടക്കൻ ടാൻസാനിയയിൽ മാത്രം 30-ലധികം സ്നാനങ്ങൾ നടന്നു. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഓർത്തഡോക്സ് സഭ കിഴക്കൻ ആഫ്രിക്കയിലുടനീളം മിഷണറി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു വരികയാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ വളർച്ചയിൽ ഏറ്റവും സജീവമായ പ്രദേശങ്ങളിലൊന്നാണ് ടാൻസാനിയ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.